ഉച്ചമയക്കത്തിന് കയറിയിട്ടാണെങ്കിലും ഉറങ്ങിയിട്ടും ക്ഷീണം തീരില്ല. അധികം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ക്ഷീണം കൂടുമെന്നും നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് എന്നോട്. പിന്നെ ഒന്നും നോക്കില്ലേട്ടാ, ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറി കൂടുതൽ മേക്കപ്പ് ചെയ്ത് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇവിടെ താഴെ ഇല്ലേ പോകണം. അപ്പോൾ അതേ ഡ്രസ്സ് ഇട്ടിട്ട് തലയൊന്ന് കെട്ടാമെന്ന് വിചാരിച്ചു, കമ്മലൊന്ന് മാറാമെന്ന് വിചാരിച്ചു കേട്ടോ. മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് നോക്കിയിട്ട് എവിടെയും കാണില്ല. പിന്നെ ഞാൻ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് തലയെ കുത്തി. അപ്പോഴേക്കും ഏട്ടനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അധികം ചൂടും ഇല്ല എന്നാൽ അധികം തണുപ്പും ഇല്ലാത്തൊരിതിലേക്ക് ഭയങ്കര തണുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമ്മളുടെ ബിൽഡിങ്ങിന് തൊട്ടടുത്തുള്ള ചായക്കടയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഓർത്ത് തന്നാൽ നമുക്ക് അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. രണ്ടാൾ കൈയൊക്കെ കോർത്ത് ഇങ്ങനെ നടന്നു കേട്ടോ. കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ അവൻ ആദ്യം ഓടേനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വിശേഷങ്ങളും എപ്പോഴും കുഞ്ഞിക്കിളിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണേ. സംഭവം ചായ കുടിക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞാലും ലക്ഷ്യം കടികളോട് തന്നെ ആയിരിക്കുമല്ലോ. ഭക്ഷണത്തിനകത്ത് ഞങ്ങൾ രണ്ടാളും കട്ടക്ക് ഇരിക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടാ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അപ്പം പോകും. ഏത് പാതിരാത്രി ആണെങ്കിലും പോകാനുള്ള ഒരു വൈബാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് കേട്ടോ. അങ്ങനെ എനിക്കൊരു കോഫിയും മേടനൊരു ചായയും പറഞ്ഞൊരു ചേഴ്സൊക്കെ പറഞ്ഞ് അങ്ങനെ ഊതി കുടിക്കുകയാണേ. എനിക്ക് ഗുപ്തൻ ഓർമ്മ വരും. ഗുപ്തനല്ലേ ഇങ്ങനെ ഊതി കുടിക്കുക. അങ്ങനത്തെ വളിപ്പുകൾ ഞാൻ ഇടയ്ക്ക് ഏട്ടനോട് അടിക്കാറുണ്ട്. അപ്പോൾ ഏട്ടൻ പറയും ഒന്ന് നിർത്തോ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പഴംപൊരി, നെയ്യപ്പം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ വേറെ ഒരുവിധം നന്നായിട്ട് നിറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു ഷോപ്പിൽ കയറിയിട്ട് നല്ല രസമുണ്ടല്ലോ. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എനിക്ക് പൂതുന്നത്. കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും അത് മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാ ഷോപ്പുകളിലും ക്രിസ്മസിൻ്റെ ഒരു വൈബായി തുടങ്ങിയിട്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. എത്ര പെട്ടെന്നാണ് ഈ 2025 കഴിഞ്ഞത്, അല്ല കഴിയാൻ പോണത്. എല്ലാ ഷോപ്പിൽ തന്നെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് എല്ലാം വന്നു. ഈ ക്രിസ്മസ് പാപ്പാഞ്ഞൊക്കെയാണ് നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ അങ്ങനെ കുലുക്കിയൊക്കെ നോക്കി, കാരണം കിലുകിലുക എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ പുകക്കണ സാധനം എപ്പോഴും വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും വാങ്ങിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഷോപ്പിലല്ല ഇങ്ങനെ നമ്മളുടെ റൂമിലൊക്കെ ഇങ്ങനെ പുകക്കണത് നല്ല സ്മെല്ലായിട്ട് ഊതൊക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പോസിറ്റീവ് ഫീലാണ് എനിക്ക്. അപ്പോൾ നമ്മളിതേ ഇനി ബിൽഡിങ്ങിലേക്ക് പോവാണ്. പോണ വഴിക്ക് ആൾക്കൊരു വലിവ് നോക്കിയപ്പോൾ എന്തൊരു ഷവർമയുടെ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏട്ടാ ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വയറ്റിൽ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ കഴിക്കണ്ട, എനിക്ക് കഴിച്ചോളാം, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് നിന്നേന്ന് പറഞ്ഞു. ഞാനും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. എന്തായാലും നമുക്ക് സമയമില്ലാട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഫംഗ്ഷനൊക്കെ പോകാനുണ്ട്. എന്തായാലും വാങ്ങിച്ചല്ലേ, നീ ഇത്തിരി ടേസ്റ്റ് ചോദിക്കുമോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ടേസ്റ്റൊക്കെ നോക്കാൻ തന്നായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കധികം വിശപ്പില്ലാത്തതുകൊണ്ട് അതല്ലെങ്കിൽ അത് മുഴുവൻ ഞാൻ മേടിച്ചിടുതേനെ. എന്തായാലും വൈകുന്നേരം എന്നുള്ളൊരു കലാപരിപാടി ഉണ്ട് നമ്മളുടെ. എല്ലാ ദിവസവും വിചാരിക്കും നാളെ തൊട്ട് ഡയറ്റ് എടുക്കണം. തീരെ നടക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷമായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.